അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര സർക്കാർ. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭയിൽ ഈ സമ്മേളന കാലത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പ്രാബല്യത്തിലുള്ള ഫോറിനേഴ്സ് ആക്ട് 1946, പാസ്പോർട്ട് ആക്ട് 1920, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് 1939, ഇമിഗ്രേഷൻ ആക്ട് 2000 എന്നിവയ്ക്ക് പകരമായിട്ടാകും പുതിയ ബിൽ ഒരുങ്ങുക. പുതിയ ബിൽ പ്രകാരം അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വിദേശികൾക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വ്യാജ പാസ്പോർട്ടിന് ശിക്ഷാപരിധി 2 വർഷത്തിൽ നിന്ന് 7 വർഷമാക്കി ഉയർത്തിയേക്കും. 1 മുതൽ 10 ലക്ഷം രൂപ വരെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്ന പിഴ. നിലവിൽ ഇന്ത്യയിൽ വ്യാജ പാസ്പോർട്ടുമായി പ്രവേശിച്ചാൽ ഏറ്റവും ഉയർന്ന ശിക്ഷ 50,000 രൂപ പിഴയും 8 വർഷം വരെ തടവുമാണ് ലഭിക്കുക. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസറുമായി പങ്കുവെക്കണമെന്നും പുതിയ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വിദേശികൾക്ക് താമസമൊരുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. വിസ കാലാവധി കഴിഞ്ഞ് തുടരുകയാണെങ്കിലോ വിസ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിലോ 3 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. മതിയായ രേഖകളില്ലാതെ വിദേശികളെ സഞ്ചാരത്തിന് സഹായിക്കുന്ന കരിയേഴ്സിന് 5 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം. പിഴ അടച്ചില്ലെങ്കിൽ വിദേശി സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരവും പുതിയ ബിൽ നൽകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു പോകുന്നതിനും പാസ്പോർട്ടിന്റെയോ മറ്റ് യാത്രാരേഖകളുടെയോ ആവശ്യകത ഉറപ്പാക്കുന്നതിനും വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുമാണ് പുതിയ ബിൽ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നത്. വിദേശ പൗരന്മാരെ പ്രവേശിപ്പിക്കുന്ന സർവകലാശാലകൾ, ആശുപത്രികൾ, മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്ക്, വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ രജിസ്ട്രേഷൻ എന്നിവ ബിൽ വ്യക്തമാക്കുന്നതാണ്. വിദേശികളുടെ സഞ്ചാരം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ, വിദേശികൾ പതിവായി സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ നിയന്ത്രിക്കാനുള്ള സിവിൽ അതോറിറ്റിയുടെ അധികാരം, വാഹകരുടെ ബാധ്യതയും അതിന്റെ ബാധ്യതകളും സംബന്ധിച്ച വ്യവസ്ഥകൾ, നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തിലെ ചില വ്യവസ്ഥകളുടെ ലംഘനത്തിനും കുറ്റകൃത്യങ്ങളുടെ ഘടനയ്ക്കുമുള്ള ശിക്ഷ എന്നിവ ബില്ലിൽ ഉണ്ടായിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യക്കുള്ളിലെ വിദേശികളുടെ പ്രവേശനം, പുറത്തുകടക്കൽ, ചലനം എന്നിവ നിയന്ത്രിക്കാനോ കേന്ദ്രത്തിന് അധികാരം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം. വിദേശികൾ സ്വന്തം ചെലവിൽ രാജ്യം വിടുകയോ ബയോമെട്രിക് രജിസ്ട്രേഷന് വിധേയരാകുകയോ പ്രത്യേക പ്രദേശങ്ങളിൽ നിന്നുള്ള അവരുടെ പ്രവേശനം തടയുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശികളെ പ്രവേശിപ്പിക്കുന്ന സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ വിവരങ്ങൾ നിയുക്ത രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന് നൽകണമെന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കൂടാതെ വിദേശികളെ പ്രവേശിപ്പിക്കുന്ന ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, മറ്റു മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കും ഇത് വ്യാപിക്കും. സാധുവായ പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന വിദേശികൾക്ക് 5 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. വ്യാജ യാത്രാരേഖകൾ ഉപയോഗിച്ച് പ്രവേശനം, താമസം അല്ലെങ്കിൽ പോക്ക് എന്നിവ നടത്തിയാൽ കുറഞ്ഞത് 2 വർഷം മുതൽ പരമാവധി 7 വർഷം വരെ ശിക്ഷിക്കപ്പെടാം. 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുകയോ വിസ വ്യവസ്ഥകൾ ലംഘിക്കുകയോ നിയന്ത്രിത പ്രദേശങ്ങളിൽ പ്രവേശിക്കുകയോ ചെയ്യുന്ന വിദേശികൾക്ക് 3 വർഷം വരെ തടവോ 3 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയും ലഭിക്കാം. സാധുവായ രേഖകളില്ലാതെ വ്യക്തികളെ കടത്തിക്കൊണ്ടു പോകുന്നത് കണ്ടെത്തിയാൽ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്ക് ശിക്ഷ ലഭിക്കും. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കാരിയേറ്ററുകളിൽ നിന്ന് 5 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും കഴിയും. പിഴ അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വിമാനം, കപ്പൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗതാഗതം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാനോ തടങ്കലിൽ വെക്കാനോ അധികാരികൾക്ക് കഴിയുകയും ചെയ്യും.